ഹായ് ഹലോ. നമുക്ക് അതേ ഈ 20 ലിറ്ററിൻ്റെ കുപ്പിയാട്ടോ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ നിറയെ പായലൊക്കെ പിടിച്ചത് കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ പായലാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ വടി കൊണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ കുത്തി അത് ചെയ്താലും ഒന്നും അത്ര ക്ലീൻ ആകില്ല. അപ്പോൾ ഭയങ്കര പാടാണ് ഇതിനകത്ത് പായൽ കളയൽ. ഈ ഒരു മെത്തേഡാണെന്നാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കുള്ളൂ. ചെറുനാരങ്ങ അരിഞ്ഞത് നീരോടുകൂടി ഉള്ളത് ഇടണം കേട്ടോ, എന്നാൽ മാത്രമേ കൂടുതൽ ഇത് പോകുള്ളൂ. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡാപ്പൊടി ഇതിവിടെ ഇരുന്നേച്ചതാണ്, അതാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത് കേട്ടോ. അത് കുറച്ചിടണം. ചെറിയൊരു പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ 1 സ്പൂണോളം ഇട്ട് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് 1 സ്പൂൺ ഉപ്പിടണം. കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കല്ലുപ്പില്ലാത്തതുകൊണ്ട് പൊടിയുപ്പാണ് ഞാൻ ഇട്ടത്. കല്ലുപ്പാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഈ പായൽ പെട്ടെന്ന് ഇളകും. ഇങ്ങനെ എന്നിട്ട് റൗണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുലുക്കി കൊടുക്കുക. കുലുക്കി കൊടുത്ത് ഞാനൊരു 5 മിനിറ്റ് കുലുക്കിയപ്പോൾ തന്നെ ഇത് കണ്ടോ, അത്യാവശ്യം പായലൊക്കെ ഇളകി മൊത്തം കുപ്പിയുടെ ഇതൊക്കെ പായലൊക്കെ നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നേരം വെക്കാം നമുക്ക്. ആ പായൽ ഇളകിയെങ്കിലും കണ്ടോ, പായൽ ഇളകിയിട്ടുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ കാണുന്നത്. അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, അതാണ് ആ പതഞ്ഞ് കിടക്കണത്. വെള്ളവും കൂടി ഒഴിച്ച് കുപ്പി നന്നായിട്ട് കറക്കി അത്യാവശ്യം ക്ലീനാക്കി എടുത്ത് ഇപ്പോൾ കുപ്പിയിൽ അത്യാവശ്യം പായലൊക്കെ പോയി. പിന്നെ അതിനകത്ത് കാണുന്നത് കറയാണ് കേട്ടോ, അത് പായലല്ല. പിന്നെ 1-2 പ്രാവശ്യം നോക്കിയിട്ട് അതിങ്ങനെ കറയാണ്. അത് ഇത്തിരി പഴയ കുപ്പി ആയതുകൊണ്ട്. പുതിയ കുപ്പിയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് കിട്ടും. ഇപ്പം അത്യാവശ്യം അതായത് ഫുൾ പായൽ പോയെന്ന് തന്നെ പറയാം. ഇപ്പം നമുക്ക് ഈ ഇങ്ങനത്തെ ജാറൊക്കെ ഉണ്ടെന്നാണെങ്കിൽ വെള്ളമൊക്കെ എടുത്ത് വെക്കാനായിട്ട് നല്ല ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് പായൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാടായിരിക്കുള്ളൂ ഇത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു മെത്തേഡാണെന്നാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ കുപ്പി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്നാണെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കുപ്പി ലാസ്റ്റ് ലുക്ക് കേട്ടോ.